ആളെന്നോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുക, നീ എൻ്റെ കാര്യമാണോ പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് കാര്യം, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു പറഞ്ഞേ. എന്നെ കെട്ടിയതേ ഞാൻ വലിയ സ്പിരിച്വൽ ആളാന്ന് വിചാരിച്ചല്ലേ കെട്ടിയത്, കെട്ടിക്കഴിഞ്ഞല്ലേ അറിഞ്ഞത് ഞാൻ സാധാരണ ഒരു ചർച്ചിൽ പോകുന്ന ആൾ മാത്രമാണ്, വലിയ സ്പിരിച്വൽ ഒന്നും അല്ലെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഈശോ കഴിഞ്ഞുള്ള എല്ലാ കാര്യവും. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, എല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഞാനും ഭയങ്കര സ്പിരിച്വലാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പം അത് എനിക്ക് മനസ്സിലായി, പുള്ളി പറയുന്ന ആ ലെവലും ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലും ഭയങ്കര വ്യത്യാസം. അപ്പം ഞാൻ പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ലെവലിലുള്ള ആളായിരിക്കുമെന്ന, പക്ഷെ പുള്ളി ഇവിടെ ഒരു ലെവലിലുള്ള ആളാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഞായറാഴ്ചയും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി കുറച്ച് 15 മിനിറ്റ് ഇരിക്കും, അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ വേൾഡ്ലി ആയിട്ടുള്ള ആളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഒരു സ്വഭാവമാണ്, അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യത്തില്ല. ഞാൻ ഓർക്കും, ദൈവം അറിയാതല്ല അല്ലേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും നമ്മളെ വിചാരിക്കുന്ന അത് ആക്സിഡൻ്റലി സംഭവിച്ചു, അങ്ങനെയൊക്കെ ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അത് നടന്നത് അല്ലേ. വിവാഹമായാലും എന്തായാലും ഈശോ അനുവദിച്ചത് കൊണ്ടാണ്, ദൈവം അനുവദിക്കാതെ അത് നടക്കത്തില്ല. ദൈവം എനിക്ക് തന്നത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ദൈവം അത് കറക്റ്റ് ചെയ്യും. ഞാൻ ഒട്ടും നിർബന്ധിച്ചൊന്നുമല്ല. പക്ഷേ ഒരു വർഷം കൊണ്ട് ഞാൻ ഏത് ലെവലിലാണെന്ന് ആൾ വിചാരിച്ചോ ആ ലെവലിലേക്ക് ആൾക്ക് ക്ലൈംബ് ചെയ്ത് എത്താനായിട്ട് അതിനുള്ള എല്ലാം ദൈവം ഒരുക്കി തന്നു. ആദ്യം ഫുൾട്ടൻ്റെ ഷീൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പം അത് ഭയങ്കരമായിട്ട് ആൾക്ക് അത് ടച്ചിങ് ആയി. അപ്പം അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ ഈശോ പെട്ടെന്ന് ആളെ അങ്ങ് ഉയർത്തി ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചു. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അവിടെ വരത്തില്ലായിരുന്നു, ഞാനത് റിബൽ ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, ദൈവത്തിനൊരു വ്യക്തിയെ വേണമെങ്കിൽ മാറ്റാം. വലിയ വലിയ തെറ്റുകളിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാനസാന്തരം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലൊക്കെ മാനസാന്തരപ്പെട്ട് അവർ നല്ലൊരു അനുഭവത്തിലേക്ക് വന്ന് ആ കുടുംബ ജീവിതമൊക്കെ റീസ്റ്റോർ ആകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവത്തിനൊരു സിറ്റുവേഷനെ മാറ്റാം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ, ആ വ്യക്തിയെ തന്നെ മാറ്റാം. പിന്നെ അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ മാറ്റാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ വിഷമിക്കുകയാണെങ്കിൽ ആ രോഗം മാറ്റാൻ ദൈവത്തിന് 1 നിമിഷം മതി. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് വെപ്രാളം പിടിച്ച് നമ്മുടേതായ ഒരു സൊല്യൂഷൻ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ തീരുമാനം തെറ്റിപ്പോയോ എന്നിങ്ങനെ വിഷമിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നീ അറിയാതല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വന്നത്, അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും നല്ലതാണ് എന്ന് നീ വിചാരിച്ചത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്.